നമസ്കാരം. ലോകം ഉറ്റുനോക്കുന്നു. നാളെ അലാസ്ക തിരുത്തുമോ യുക്രൈൻ യുദ്ധം? റഷ്യയെ ഒറ്റപ്പെടുത്തുക എന്ന തന്ത്രം പാളിയത് തിരിച്ചറിയുന്ന ഡൊണാൾഡ് ട്രംപ് കടക്കുന്ന പുതിയ സമീപനം എന്തായിരിക്കും? യുക്രൈനുമായി യുദ്ധം നിർത്തിയില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിൽ മുട്ടുമടക്കുമോ വ്ളാഡിമിർ പുടിൻ? തർക്കഭൂമികളിൽ സമാധാന നായകനായി അവതരിക്കുന്ന ട്രംപ് ഡീൽ മേക്കർ ഇമേജ് ഉണ്ടാക്കാനുള്ള നീക്കം പൊളിയുമോ? ഈ ചർച്ച പരാജയപ്പെട്ടാൽ അധിക താരിഫിൽ ഇന്ത്യയടക്കം ചുമക്കേണ്ടി വരുമോ കനത്ത ബാധ്യത? റഷ്യയുടെ ഖജനാവ് ചോർന്നു പോയപ്പോൾ അമേരിക്കയ്ക്ക് കൈമാറേണ്ടി വന്ന അതേ അലാസ്ക തന്നെ യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാനും വേദിയാകുമ്പോൾ ഉറ്റുനോക്കുന്നു ലോകവിപണിയും ലോക രാഷ്ട്രീയവും. സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രധാനപ്പെട്ട പാനലിസ്റ്റുകൾ രാഷ്ട്രീയ നിരീക്ഷകൻ ആയിട്ടുള്ള ഡോക്ടർ മോഹൻ വർഗീസ്, അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ, ഒപ്പം ശ്രീ ഷാബു പ്രസാദ്. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ഒപ്പം സ്പെഷ്യൽ ഡിബേറ്റിലേക്കും പ്രേക്ഷകർക്കും. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, പലതരത്തിൽ ഇന്ത്യയുടെ ഉറ്റുനോക്കുന്നത് ഒരു വശത്താണ് എന്നുള്ളതിനപ്പുറം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ ഒരു ഇമേജ് ബിൽഡിങ് ഇതിനകത്ത് വല്ലാതെ ഉണ്ട്. അത് ഒരു ഡീൽ മേക്കർ ഇമേജ് എന്നുള്ളത് മാത്രമല്ല, പല തരം അപവാദ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അപകീർത്തികളിൽ നിന്നുകൂടി രക്ഷപ്പെടാനുള്ള ഒരവസാന ശ്രമമായിട്ട് ട്രംപിനെ കാണുന്നത് ഈ അലാസ്ക ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട്. അതിൽ നിന്ന് വേണമോ തുടങ്ങാൻ? ഇത് ആരെക്കാളും, യുക്രൈനേക്കാളും റഷ്യയെക്കാളും ഈ ഉച്ചകോടി വിജയമാകേണ്ട ആവശ്യം ഡൊണാൾഡ് ട്രംപിനാണോ? അങ്ങനെയാണ് തീർച്ചയായും അപർണ. ലീഡർ ഷുഡ് ബി എ ഡീലർ ഓൾസോ ആൻഡ് വൈസ് വേഴ്സ. ഇത് ട്രംപിൻ്റെ ഒരു തിയറിയാണ്. അപ്പോൾ ഏത് കാര്യത്തിനും ഒരു ഡീൽ മേക്കിംഗ് ആണ് ശാശ്വത പരിഹാരം എന്ന് വിശ്വസിക്കുന്ന ട്രംപ് അത് സമസ്ത ലോകത്തെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അത് കൂടുതലും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയാണ്. ആകെ കൺഫ്യൂഷനിലാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഒരു ഡീൽ മേക്കിംഗ് അത് റഷ്യയുമായി ഉൾപ്പെടെ, ഇപ്പോൾ ഈ ഓഗസ്റ്റ് 15 നാളത്തെ ദിനം വളരെ നിർണായകമാണ് ലോക വിപണികളെ സംബന്ധിച്ചിടത്തോളം, ലോക രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. ബെറിംഗ് സ്ട്രെയ്റ്റിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായി സ്ഥിതി ചെയ്യുന്ന 2 രാജ്യങ്ങൾ, ജൈജാൻറ്റിക് കൺട്രീസ്, ബെറിഞ്ചിയ എന്നാണല്ലോ പറയുക. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ തന്നെ പറയുന്നത് ബെറിംഗ് സ്ട്രെയ്റ്റിൻ്റെ കിഴക്കുള്ള അലാസ്ക, പടിഞ്ഞാറുള്ള റഷ്യ. ഇത് 2 അയൽ രാജ്യങ്ങളാണ്. അപ്പോൾ അലാസ്ക അമേരിക്കയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ ആ സ്ട്രെയ്റ്റ് കടന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ആ ഒരു സൗഹൃദം അത് ട്രംപിനെ നോബൽ സമ്മാനത്തിൽ കൊണ്ടെത്തിക്കുമോ? ഇതാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നിർണായക വിഷയം അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. അതിൽ റിപ്പബ്ലിക്കൻസ് മാത്രമല്ല, ഡെമോക്രാറ്റ്സ് ഉണ്ട്, ഇൻഡസ്ട്രി ക്യാപ്റ്റൻസ് ഉണ്ട്, എവർഗ്രീൻ ലീഡേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ആശയക്കുഴപ്പത്തിലാണ്. ട്രംപിനെ കയറൂരി വിടാനും വയ്യ, ട്രംപ് കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതത്തെ തിരിച്ചു കയറ്റാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് റഷ്യയുമായി ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഡീൽ സാധ്യമാകുമോ എന്നതാണ് വിഷയം. ഇവിടെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ദിമിത്രി പെസ്കോവ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചു, ദിമിത്രി മെദ്വദേവും അതിനു മുമ്പ് പറഞ്ഞു വെച്ചു, നിങ്ങൾ ഇസ്രയേലിനോട് കൈകാര്യം ചെയ്യുന്നത് പോലെ, ഇറാനെ കൈകാര്യം ചെയ്യാൻ നോക്കിയതുപോലെ, ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കിയോട് ഇടപെട്ടതുപോലെ ട്രംപിനോട് ഇടപെടുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കണം. പുടിനോട് ഇടപെടുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കണം. കാരണം വ്ളാഡിമിർ പുടിൻ ഹാസ് എ ക്ലിയർ അജണ്ട. അദ്ദേഹത്തിന് വേണ്ടത് ടെറിട്ടോറിയൽ കൺട്രോളാണ്. ഉക്രൈൻ്റെ ഭൂപ്രദേശത്തിൻ്റെ ഏതാണ്ട് 20% ഒന്നുകിൽ റഷ്യൻ വേരുകളുള്ള അല്ലെങ്കിൽ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഇടങ്ങളാണ്. ആ ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ അല്ലാതെ മറ്റൊരു കാര്യത്തിലും റഷ്യ അടുക്കില്ല എന്ന് കൃത്യമായ മെസ്സേജ് ട്രംപിന് കൊടുത്തു കഴിഞ്ഞു. ട്രംപിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എങ്ങനെയാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ കൺവിൻസ് ചെയ്യുക, എങ്ങനെയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യുക. ടെറിട്ടറി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കുപോക്കിനും അമേരിക്ക തയ്യാറാവരുത്. ആയാൽ അമേരിക്കയുള്ള നിലപാട് പുനഃപരിശോധിക്കും എന്നതാണ് ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും ഒക്കെ നിലപാട്. അതുകൊണ്ട് അത് സ്മൂത്തൻ ചെയ്യുന്ന തിരക്കിലാണ്. ഈ നിമിഷങ്ങളിൽ നിരന്തരമായ കൂടിയാലോചനകളാണ് യൂറോപ്യൻ യൂണിയനിലെ, പ്രത്യേകിച്ച് വെസ്റ്റേൺ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ശക്തികളും പുടിനും ട്രംപും തമ്മിൽ ചർച്ചകളിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നാളെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം നാളെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ സമയം രാത്രിയിലാണ് പ്രധാനപ്പെട്ട ചർച്ച നടക്കുമ്പോൾ ഒറ്റ കാര്യമാണ് പുടിൻ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഡൊണസ്ക്, ലുഹാൻസ്ക് പ്രവിശ്യയുടെ സിംഹഭാഗങ്ങൾ വിട്ടുതരാൻ ഉക്രൈനോട് പറയുക. അത് ഞങ്ങൾ എഗ്രി ചെയ്യാം. ഇതുവരെ ധാരണയായിട്ടില്ല. അതുകൊണ്ട് നാളെ ഒരു തീരുമാനമാവുകയാണെങ്കിൽ ഇന്ത്യയായിരിക്കും വിശ്വാസങ്ങൾ ഉതിർക്കുക. കാരണം അപ്പോൾ റഷ്യ ശത്രുവല്ലാതാവും,
റഷ്യയുമായുള്ള കച്ചവടം ഒരു അപ്രസക്തമായ കാര്യമാണ്. റഷ്യക്കെതിരെ ഉപരോധമുണ്ടാവില്ല, ഇന്ത്യക്കെതിരെ ഒരു ഉപരോധത്തിനും സാധ്യതയില്ല. പിന്നീടുള്ളത് 25% ഉപരോധം ചർച്ചകളിലൂടെ, വീണ്ടും ഉപരോധമല്ല 25% നികുതി ടാരിഫ് ചർച്ചകളിലൂടെ കുറച്ചുകൊണ്ടുവരാൻ സാധിക്കുമോ എന്നത് മാത്രമാണ്. അതുകൊണ്ട് നിർണായകമായ മണിക്കൂറുകളിലൂടെ നമുക്ക് എനിക്ക് തോന്നുന്നു ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് പറയാം അതിൻ്റെ കാര്യങ്ങളാണ്. ഇന്ത്യ ഉറ്റുനോക്കുന്നത് ഒരു വശത്ത്, റഷ്യയുടെ നിലപാട്, അതൊക്കെ ഡോക്ടർ മോഹൻ വർഗീസ് അതിലേക്ക് ഞാൻ വരുന്ന ശ്രീ MS വേണുഗോപാൽ. എപ്സ്റ്റൈൻസ് ഫയൽ കേസ് നേരിടുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതുമാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അതിൽ അവസാനിപ്പിച്ചതിലൊക്കെ താനാണെന്നൊക്കെ പറഞ്ഞ് ഒരു 8 കാര്യം മമ്മുഞ്ഞ പ്രതിച്ഛായൊക്കെ നിൽക്കുന്ന സാഹചര്യമാണ്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിലേക്ക് കിടക്കാൻ പല കടമ്പയുമുണ്ട്. അതിൽ അലാസ്ക ഉച്ചകോടി അതീവ നിർണായകമാകുന്നു. അപ്പോൾ ട്രംപ് ഉറ്റുനോക്കുന്നു ഈ ഉച്ചകോടി എന്ന് പറഞ്ഞുകൊണ്ട് വേണമോ റഷ്യയും യുക്രൈനും പിന്നീട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും വരാൻ? തീർച്ചയായിട്ടും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ എനിക്ക് പണം കിട്ടണം, എനിക്ക് പ്രശസ്തി കിട്ടണം, എനിക്ക് സ്ഥാനം കിട്ടണം. ഇപ്പോൾ രണ്ടാമത് പ്രസിഡൻ്റ് ആകാത്തപ്പോൾ തന്നെ അദ്ദേഹം ആകെ പതറിപ്പോയി. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പ്രസിഡൻ്റായിട്ടിരിക്കാൻ ഒബാമയ്ക്ക് കഴിഞ്ഞു, എനിക്ക് കഴിഞ്ഞ മുൻപുള്ള പലർക്കും കഴിഞ്ഞു, എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തിരിച്ച് പിടിക്കുമോ എന്നുള്ള വെപ്രാളമായിരുന്നു അദ്ദേഹം ഈ നാളുകളിലെല്ലാം കാണിച്ചത്. തിരിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ മോഹം മാറി. ഒബാമയെ പോലെ എനിക്ക് നോബൽ പ്രൈസ് കിട്ടണം, ഒബാമയെ പോലെ എനിക്ക് വളരെ ആരാധ്യ പുരുഷനായിട്ട്, അതായത് US-നെ രക്ഷിക്കുന്ന ഒരു പുരുഷനായിട്ട് എനിക്ക് മാറണം എന്നൊക്കെയുള്ള ചിന്തയിലാണ് അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലെ അദ്ദേഹത്തിൻ്റെ ഓരോ ഡീലും സംസാരവും നടത്തുന്നത്. ഇപ്പോഴും അദ്ദേഹം അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മോശമായ ലോകത്തെ ഒരു നയതന്ത്ര ശൈലിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. ഒരു ലോക റൗഡിയുടെ ശൈലിയിലാണ് അദ്ദേഹം നയതന്ത്ര ബന്ധങ്ങളെ പോലും കാണുന്നത്. റഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറയുകയാണ് 2 മിനിറ്റിനകം ഞാൻ ഈ സംഭാഷണത്തിൻ്റെ അന്തസത്ത പിടിച്ചു കളയും, അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളിലേക്ക് പോവുക. അതുപോലെ തന്നെ ഈ രണ്ടാമതൊരു ചർച്ച വേണോ എന്നുള്ളത് പോലും ഞാൻ ഈ സംസാരത്തിലൂടെ ഞാൻ നിശ്ചയിക്കും. ഇത് നേരെ പോയാൽ മാത്രമേ രണ്ടാമതൊരു ചർച്ചയുള്ളൂ. ഈ വിധത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച, പ്രത്യേകിച്ച് പുടിനെ പോലുള്ള ആൾ, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് പുടിൻ. പുടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ സൈലൻ്റാണ്, റിസർവ്ഡ്. അദ്ദേഹം തൻ്റെ പവർ അതിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ രാജ്യത്തിൻ്റെ പവർ, രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ആളാണ് പുടിൻ. അപ്പോൾ ഈ 2 വ്യക്തികൾ ഒന്നിച്ചു കൂടുമ്പോൾ ഒരാൾ വിടുവായത്തം പറയുന്നു, ഒരാൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം KGBയുടെ തലവനായിരുന്ന കാലം മുതൽ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്ന കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എങ്ങനെയാണ്? സ്വന്തം ശരീരം, ആരോഗ്യമൊക്കെ വളരെ കാര്യമായിട്ട് സൂക്ഷിക്കുക, അതുപോലെ തന്നെ മനസ്സ് വളരെ ഏകാഗ്രമാക്കി നിർത്തുക, ഇതിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഇഷ്യൂസിൽ പോലും അദ്ദേഹം ഒരു പോയിന്റ് കണ്ടെത്തി അതിൽ പിടിച്ചു നിൽക്കുക. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം റഷ്യയുടെ പ്രസിഡൻ്റായിട്ട് വരെ ഉയർന്നത്. ഇപ്പോഴും അദ്ദേഹം പിടിച്ചു നിൽക്കുന്നു. തകർന്നു പോകുമെന്ന് വിചാരിച്ചപ്പോൾ പോലും തകരാതെ അദ്ദേഹം പിടിച്ചു നിൽക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഇന്നും അദ്ദേഹം ഈ ട്രംപ് നടത്തിയ വെല്ലുവിളി പോലൊരു വെല്ലുവിളി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന ഒന്നും തന്നെ അലാസ്കയിൽ നടക്കാൻ പോണില്ല, സമ്മതിക്കില്ല എന്ന് അദ്ദേഹം ഭംഗിയം തന്നെ പറഞ്ഞു. അതായത് ട്രംപിൻ്റെ ഈ മൂച്ചും വെല്ലുവിളിയും എല്ലാം തകർക്കുന്ന വിധത്തിൽ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾ, അതായത് രാഷ്ട്രത്തിൻ്റെ താല്പര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പിടിച്ചെടുത്ത ഉക്രൈൻ്റെ ആ കിഴക്കൻ ഭാഗങ്ങൾ ഒന്നും തന്നെ തൊടാൻ സമ്മതിക്കുന്ന ലക്ഷണമില്ല എന്നാണ്. അല്ലെങ്കിൽ വേണ്ടാത്ത കുറച്ച് ഭാഗങ്ങൾ, മർമ്മപ്രധാനമായ കേന്ദ്രങ്ങൾ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും ഞങ്ങൾ പിടിച്ചു വയ്ക്കുന്നു തന്നെയാണ് പറയുന്നത്. ഇത് ട്രംപിനൊരു വെല്ലുവിളിയാണ്. ഒരുപക്ഷേ ഇത് ട്രംപും പുടിനും തമ്മിലെന്ന് പറയുന്ന ഡിസ്കഷനിലാണേലും ബാക്ക് ഓഫീസ് 2 സൈഡിലും ഉണ്ട്. അവരുടെ ഒരു ഡീലും കൂടെ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ മുന്നോട്ട് പോക്ക്. ഉക്രൈൻ, അതുപോലെ തന്നെ ക്രെംലിൻ്റെ ടീം വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു ടീമുണ്ട്. അവർ രണ്ടുപേരും ഇപ്പം തന്നെ ചർച്ചകൾ ഒക്കെ പലതും നടത്തി കഴിഞ്ഞു. ഇനി നാളത്തേത് ഒരു ഷോ ഓഫ് തന്നെ ആയിരിക്കും. അതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ആ ഉറ്റുനോക്കുന്നതിൽ അതെ, നമുക്ക് ആ ഘട്ടത്തിലേക്ക് കൂടെ വരാം. ഞാൻ ഡൊണാൾഡ് ട്രംപിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ചൈന റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എണ്ണ വാങ്ങുന്നുണ്ട്. പക്ഷേ ഈ വ്യാപാരം 90 ദിവസത്തേക്ക് കൂടി നീട്ടിവെച്ചിരിക്കുകയാണ്. കാരണം ഇന്ത്യയോട് പറയുന്നത് പോലെ മുഖം കറുപ്പിച്ച് അത്രയും പറയാൻ ട്രംപിന് കഴിയാത്തത് കൊണ്ട്. NDA സർക്കാരിൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് നാളെ ഈ ചർച്ചയെല്ലാം കഴിയുമ്പോൾ ഈ പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യയുടെ ചെവിക്ക് കിഴക്കുമോ തലക്കടിക്കുമോ എന്നൊക്കെ ഉറ്റുനോക്കുന്നുണ്ട് ഇന്ത്യൻ വിപണി അടക്കം.
ട്രംപ് ഇന്ത്യയെ ഈ രീതിയിൽ കുറ്റപ്പെടുത്തുകയും ഇന്ത്യക്കെതിരെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയ ഒരു ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. ഏത് തരത്തിൽ കൂടിയാണ് കാണുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗം? ഇല്ല, ഇന്ത്യയെ സംബന്ധിച്ചോളം കാര്യം ട്രംപ് ഈ 8 കാലി മൂഞ്ഞ് കളിച്ചതും ഈ ഈ താരിഫ് കാണിച്ച് പേടിപ്പിച്ചതും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രംപ് ഇന്ത്യയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ചൈനയുടെ അതേ ലെവലിൽ തന്നെ, അതായത് 140 കോടി ജനങ്ങളുള്ള വലിയ ഒരു വിപണി എന്നുള്ളതിനപ്പുറം ഇന്ത്യയെ ശരിയായ രീതിയിൽ ട്രംപ് മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ കാരണം വേറൊന്നുണ്ട്. അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിലുള്ള പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നാളുണ്ട്? വളരെ കുറച്ചു കാലമല്ലേ ഉള്ളൂ. അങ്ങനൊരു അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു, പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് പ്രസിഡന്റായി. അതിൻ്റെതായ എല്ലാ പോരായ്മകളും അദ്ദേഹം കാണിക്കുന്നുണ്ട്. സത്യത്തിൽ ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് ഈ എക്സ്പോർട്ട് അല്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ആണ്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടം എന്ന് പറയുന്നത് ഈ അമേരിക്കയിലെയും യൂറോപ്പിലെയൊക്കെ ആകെ ജനസംഖ്യയേക്കാൾ വലുതാണ്. ഈ മിഡിൽ ക്ലാസ് ആണ് ഇന്ത്യയുടെ എക്കണോമിക്സിന്റെ, ഫിനാൻസിന്റെ ചാലക ശക്തി എന്ന് പറയുന്നത്. അവരുടെ പർച്ചേസിംഗ് പവറും ആണ്. അവരാണ് സത്യത്തിൽ ഈ നമ്മുടെ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒരു വലിയ മിഡിൽ ക്ലാസ് ഒരു വലിയ ശക്തിയായി ഇന്ത്യയിൽ ഉള്ളപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഈ താരിഫിൽ വെച്ചിട്ടുള്ള ഈ ഉമ്മാക്കികളി പേടിയൊക്കെ ഒരു പരിധിക്കപ്പുറത്തേക്ക് നമ്മളെ സ്പർശിക്കില്ല. കുറച്ചൊക്കെ ബുദ്ധിമുട്ട്. കാര്യം ഈ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിനെ അടിസ്ഥാനമാക്കി നിൽക്കുന്ന കുറെ വ്യവസായങ്ങൾ ഇവിടെ ഉണ്ട്. ടെക്സ്റ്റൈൽസ് പോലുള്ളവയ്ക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും. പക്ഷെ വലിയൊരു മാർക്കറ്റ് ഇവിടെ ഉണ്ട്. ആ മാർക്കറ്റ് ഇവിടെ ഉള്ളിടത്തോളം കാലം, ഇങ്ങനെ ഒരു ശക്തി ഉള്ളിടത്തോളം കാലം ഇന്ത്യയെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതിന് മാത്രമല്ല, ഈ താരിഫിന്റെ ഇത് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ അമേരിക്കക്കാർ തന്നെയാണ്. ഈ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് അവിടെ കച്ചവടം നടത്തി ബിസിനസ് നടത്തി ജീവിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി അമേരിക്കയിലുണ്ട്. അതേപോലെയുള്ള അമേരിക്കയിലെ ഇന്ത്യൻസ് ഉണ്ട്. ഇവർക്കൊക്കെയാണ് അതുകൊണ്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒടുവിൽ അവർ സ്വാഭാവികമായിട്ട് അവരസ്വസ്ഥരാകും. ഈ ട്രംപിനെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വലിയ നിർണായകമായ പങ്ക് അമേരിക്കയിലെ ഇന്ത്യൻ വോട്ടേഴ്സിനുണ്ട്, ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കുണ്ട്. ഇവരെല്ലാവരും അങ്ങോട്ടെതിരെ തിരിയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു സാമ്പത്തിക വ്യാകരണം ട്രംപ് മനസ്സിലാക്കാതെയാണ് ഇപ്പൊ ഈ താരിഫ് കൊണ്ട് ഇന്ത്യ അങ്ങോട്ട് ഒരടി അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇവിടെ തലയും കുത്തി വീഴും എന്ന് അദ്ദേഹം ധരിച്ചത്. അത് പണ്ട് കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഈ അടുത്ത കാലത്തല്ലേ നമുക്ക് ബോധ്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഈ 140 കോടി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു വലിയ ലയബിലിറ്റി ബാധ്യത എന്ന് കരുതിയിരുന്നത് എന്താണ്? ഇവിടുത്തെ വലിയ ജനസംഖ്യയാണ്. വളരെ ഭീമമായ ഈ ജനസംഖ്യയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ബാധ്യത എന്ന് കരുതിയിടത്ത് നിന്ന് ഈ ജനസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യതയല്ല, നമ്മുടെ സമ്പത്താണ്, നമ്മുടെ അസറ്റാണ് എന്ന ഒരു പാരഡിം, ആ കാഴ്ചപ്പാടിനുള്ള ഒരു പാരഡിം ഷിഫ്റ്റ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് കൂടുതൽ നമ്മുടെ ഇവിടെ മിഡിൽ ക്ലാസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. മാത്രവുമല്ല, നമ്മുടെ ജനസംഖ്യയുടെ ഒരു 60% യങ് ജനറേഷനാണ്, യങ് ആണ്, ബിലോ 45 ഏജ് ആണ്. ഇതൊക്കെ ഇന്ത്യയുടെ മുമ്പിലുള്ള വൻ സാധ്യതകളാണ്, ഇന്ത്യയുടെ മുമ്പിലുള്ള വലിയൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെയാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെയുള്ള കളിയാണ് ട്രംപ് കളിച്ചത്. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ, ഇത് ഈ നമ്മുടെ സ്ട്രെങ്ത് മനസ്സിലാക്കി കൊണ്ട് തന്നെയുള്ള ആ ഒരു നിലപാടാണ് എടുത്തത്. അതുകൊണ്ടാണ് ഈ ട്രംപിന്റെ ഈ ഭീഷണിക്ക് മുമ്പിൽ പോയി പണി നോക്ക് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. ലോക രാഷ്ട്രീയത്തിൽ, ജിയോ പൊളിറ്റിക്സിലൊക്കെ വളരെ വലിയ സ്വാധീനമുള്ള, പ്രാധാന്യമുള്ള രാജ്യമാണ്. ജനാധിപത്യ രാജ്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ആധുനിക ജനാധിപത്യമാണ്. വലിയ മിലിറ്ററി സ്ട്രെങ്ത് ആണ്, എക്കണോമിക് പവർ ആണ്. അവർക്ക്
അതിൻ്റെ അകത്തൊരു വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ രാജ്യവുമായിട്ടുള്ള ബന്ധം നമുക്ക് നല്ല ബന്ധം എന്ന് പറയുന്നത് നമുക്ക് പ്രധാനവുമാണ്. അത് ഈ കറക്റ്റായിട്ടൊരു ബാലൻസിൽ നമ്മുടെ താല്പര്യങ്ങൾ 100% സംരക്ഷിച്ചുകൊണ്ട് തന്നെ, എന്നാൽ ഈ ട്രംപിനെ പോലെയുള്ള ഒരു വിടുവായനെ നിലയ്ക്ക് നിർത്താനും കഴിയും എന്നുള്ള ആ നയതന്ത്ര മെയ്വഴക്കവും ആ വൈഭവവുമാണ് ഇന്ത്യ ഈ അടുത്ത കാലത്ത് കാണിച്ചിട്ടുള്ളത്. വളരെ അനാവശ്യമായി ഒരു വാക്കുപോലും പറയാതെ, ഒരു വാക്കും മിണ്ടിയിട്ടില്ല. വളരെ സൂക്ഷിച്ച് ഓരോ വാക്കുകളും അളന്നു മുറിച്ചു മാത്രമുള്ള പ്രതികരണങ്ങളിൽ കൂടെ ശരിക്ക് ഈ ലോകരാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ നമ്മുടെ ആ ഒരു പ്രതിച്ഛായ ഇങ്ങനെ മേൽക്കുമേൽ വളരുകയാണ് ചെയ്യുന്നത്. ഒരു വാക്കുകൾ ഈ ട്രംപ് കടന്ന് ഈ ഒച്ചമൊളി ഉണ്ടാക്കുന്ന പോലെ എന്തെങ്കിലും പറയുന്നു, പക്ഷെ എന്നാൽ കാര്യങ്ങൾ നല്ല വൃത്തിക്കും വെടുപ്പിനും നടക്കുന്നുമുണ്ട്. പിന്നെ ഇപ്പൊ നടക്കാൻ പോകുന്ന ആ സംഭാഷണത്തെ പറ്റി പറയുകയാണെങ്കിൽ എന്റെ ഒരു പ്രതീക്ഷ ഞാൻ പറയാം, മിക്കവാറും ഈ ഉക്രൈൻ വിഷയം, ഈ യുദ്ധം ഈ സംഭാഷണത്തോടു കൂടി തീരും. കാര്യം പറഞ്ഞാൽ എങ്ങനെയും ഇത് എന്ത് വില കൊടുത്തും ഇത് തീർക്കുക എന്നുള്ളത് റഷ്യയുടെ ആവശ്യമല്ല, അത് ഉക്രൈന്റെയും ഈ അമേരിക്കയുടെയും ട്രംപിന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് ഈ റഷ്യയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് തന്നെ, പൂർണ്ണമായും വഴങ്ങിക്കൊണ്ട് തന്നെ, എന്നാൽ ഞാൻ യുദ്ധം നിർത്തി, ഞാനാണ് ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നത് എന്ന ആ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് വളരെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് അഭ്യാസത്തിൽ കൂടെ ഈ യുദ്ധം അവസാനിക്കും. റഷ്യയുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടും. അതാണ് ശരി. ഞാൻ തീർച്ചയായിട്ടും തിരികെ എത്താം ശ്രീ ഷാബു പ്രസാദ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന നിലപാടെടുത്താലും ഈ ട്രംപ് കോമാളിവർഷം കാണിച്ചാലും തീരുമാനമെടുക്കുന്നത് അമേരിക്ക എന്ന രാജ്യമാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ റഷ്യയുടെ നിലപാട് ഏത് തരത്തിലാകും എന്നുള്ളത് ചോദിക്കുമ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ്, അലാസ്കയിൽ വെച്ച് നടക്കുന്ന ഉച്ചകോടി സെലൻസ്കി പങ്കെടുക്കുന്നില്ല, യൂറോപ്യൻ യൂണിയനിലെ മറ്റ് പ്രതിനിധികളൊന്നും പങ്കെടുക്കത്തില്ല. അപ്പോൾ റഷ്യയും അമേരിക്കയും ചേർന്നു ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കും. ഇത് ഞങ്ങളുടെ സൗകര്യം പോലെ മറ്റ് രാജ്യങ്ങളെ അറിയിക്കും. ഇങ്ങനൊരു സന്ദേശം ഇതിനകത്ത് നൽകാൻ ഉദ്ദേശിക്കുന്നു. ഇതൊരു പുതിയ നയതന്ത്ര സമീപനത്തിലേക്ക് അമേരിക്ക കടക്കുന്നു. അത് റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം പാളിപ്പോയി പലതവണ. അതിൽ നിന്നൊരു പാഠം പഠിച്ചുകൊണ്ട് ഈ ഒരു പുതിയ സമീപനത്തിലേക്ക് അമേരിക്ക മാറുന്നു. അങ്ങനെ ഒരു സന്ദേശം കൂടി ഇതിനകത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനോടുകൂടി റഷ്യ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. അമേരിക്ക റഷ്യ ആ ഇക്വേഷൻ അത് എത്രത്തോളം ഇതിനെ ബാധിക്കുന്നുണ്ട്? അപകടകരമായ ഒരു പ്രവണതയാണ് അപർണ ഇത്. ഉക്രൈൻ്റെ പങ്കാളിത്തമില്ലാതെ പ്രധാനപ്പെട്ട രണ്ട് ശക്തികൾ ഉക്രൈൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നു, ധാരണയാവുന്നു, ഉക്രൈൻ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാവുന്നു. ഇത് 19ാം നൂറ്റാണ്ടിൽ പാർട്ടീഷൻ ഓഫ് പോളണ്ടിനോട് ഉപമിക്കാവുന്ന ഒരു സംഭവവികാസമാണ്. കാരണം ആ രീതിയിൽ സൂപ്പർ പവർ റൈവൽറീസ്, ബിഗ് പവർ റൈവൽറീസിൻ്റെ തിയേറ്ററായി ഉക്രൈൻ മാറുകയും ഉക്രൈൻ്റെ സേ ഇല്ലാതെ ആ കാര്യത്തിൽ ചില ധാരണകളെത്തുകയും നിസ്സഹായമായി ഉക്രൈൻ ചില പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് സന്ധി ചെയ്യുകയും ചെയ്താൽ നാളെ ഇതിനേക്കാൾ വലിയ വിപത്താണ് വരാൻ പോകുന്നത്. മറ്റ് രാജ്യങ്ങളും ഇതേ മാതൃക തന്നെ അഡോപ്റ്റ് ചെയ്തേക്കാം. അപ്പം ഇവിടെ കുറച്ചുകൂടെ വിതരണാത്മകമായ ലോകമാണ്. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം വന്ന ശീതയുദ്ധകാലത്തേതുപോലെ അല്ല ഇപ്പോഴത്തെ ലോകക്രമം. അതുമാത്രമല്ല 2000ങ്ങളിൽ നിലവിൽ വന്ന ഏകധ്രുവ സംവിധാനവുമല്ല, അല്ലെങ്കിൽ ശീതയുദ്ധാനന്തരം നിലവിൽ വന്ന അമേരിക്ക നയിക്കുന്ന ഒരു ഏകധ്രുവ സംവിധാനവും. ഞാൻ ഇടപെട്ട് ചോദിക്കുന്നത് ശ്രീ മോഹൻ വർഗീസ്, ഇന്ത്യ പാക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അവകാശവാദം നടത്തിയ രാജ്യമാണ് അമേരിക്ക. ഇത് നമ്മൾ പേടിക്കണം, ഈ ഒരു നീക്കത്തെ നമ്മൾ കൂടി പേടിക്കണം. ഇവിടെ അപർണ, ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ട്രംപ് ഇത് പറയുന്നതിൻ്റെ പിന്നിൽ എന്തെന്നുള്ളതാണ്. അത് അമേരിക്കയുടെ ഒരു ചെറിയ അപകർഷതാബോധമെന്ന് പറയാനാവില്ല എങ്കിലും ഒരു സെക്യൂരിറ്റി പാരഡൈമിൽ വന്ന മാറ്റമാണ്. അമേരിക്ക ഈസ് നോട്ട് എക്സാക്ട്ലി സിറ്റിംഗ് പ്രട്ടി. ഇത് വിവരമുള്ളവർക്കറിയാം. അമേരിക്കയുടെ ആകെ ഒരു ഇക്കോണമി 30 ട്രില്യൺ ഇക്കോണമിയാണ്. പക്ഷേ അവരുടെ കടം അതിനേക്കാൾ കൂടിയ ഒരു കടമാണെന്ന് ഓർക്കണം. അതുമാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലാണ് ബാധ്യതകൾ. അപ്പോൾ അവിടെ അതുമാത്രമല്ല ഈ ട്രേഡ് ഡെഫിസിറ്റ് തന്നെ $1.2 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റ്. ഇന്ത്യയുമായിട്ടുള്ളത് ഏതാണ്ട് $45 ബില്യൺ വ്യാപാര കമ്മി. ചൈനയുമായി $295 ബില്യൺ വ്യാപാര കമ്മി.
അപ്പോൾ അങ്ങനെ 1.2 ട്രില്യൺ അമേരിക്കൻ ഡോളേഴ്സ് വർത്ത് വ്യാപാര കമ്മിയുള്ള രാജ്യം കയറണമെങ്കിൽ ഈ ഓർഡർ പൊളിച്ചെടുക്കണം. അതേസമയം ഇന്ത്യയും ചൈനയുമെല്ലാം ഒരു വളരെ വലിയ സാധ്യത കാണുന്നു. അമേരിക്ക നേതൃത്വം നൽകുന്ന ഡോളർ അധിഷ്ഠിതമായ ലോകക്രമം മാറ്റിമറിക്കാൻ കിട്ടുന്ന ഇപ്പോഴത്തെ അവസരം. ചെറിയ പരുക്കുകളൊക്കെ സംഭവിച്ചാലും ഈ ക്രമം തകരേണ്ടത് ഇന്ത്യയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രിക്സ് എന്ന് തെളിച്ച് പറയുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ലെറ്റ് ഇറ്റ് ഹാപ്പൻ. നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതിൽ വലിയ സത്യങ്ങളുണ്ട്. എന്താണ്? ഇന്ത്യസ് റെസിലിയൻസ് ഹാസ് ബീൻ ആംപ്ലി ടെസ്റ്റിഫൈഡ് ട്വൈസ് ഇൻ ദ പാസ്റ്റ്. എപ്പോഴാണ്? 98-ൽ വൻപൻ ഉപരോധമുണ്ടായി ഇന്ത്യക്കെതിരെ. രണ്ടാമതും ബുദ്ധൻ ചിരിച്ചല്ലോ ബുദ്ധ പൗർണിമ ദിനത്തിൽ. പൊഖ്രാൻ 2 അതിനുശേഷം അമേരിക്ക നടത്തിയ ഉപരോധം ഇന്ത്യക്കെതിരെ പുഷ്പം പോലെ നമ്മൾ മറികടന്നു. അതേപോലെ തന്നെ ഗ്ലോബൽ ഇക്കണോമിക് റിസഷൻ 2008-9 വർഷം ആഗോള വിപണികൾ കൂപ്പുകുത്തിയപ്പോൾ ബാങ്കിങ് ഇൻഷുറൻസ് മേഖലകൾ ഗ്ലോബൽ മെൽറ്റ് ഡൗണിൽ ഒലിച്ചുപോയപ്പോൾ ഇന്ത്യ വ്യക്തമായി പിടിച്ചു നിന്നു. അതുമാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വളർച്ചാ നിരക്ക് 8.6% രേഖപ്പെടുത്തിയത് ആ വർഷമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഉപരോധങ്ങളും വിരട്ടലുകളും ഒന്നും ഇന്ത്യക്ക് പുത്തരിയല്ല. അതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തര വിപണി അതിശക്തമാണ്. ചൈനീസ് മോഡലല്ല ഇന്ത്യ വികസനം കാണുന്നത്. ചൈന ഈസ് എൻ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് കൺട്രി. ഇന്ത്യ അങ്ങനെയല്ല. ആഭ്യന്തര വിപണി ശക്തമാണ്, ആഭ്യന്തര സംവിധാനങ്ങൾ ശക്തമാണ്. അതുമാത്രമല്ല ഇന്ത്യ ഈസ് സ്റ്റിൽ ആൻ അഗ്രേറിയൻ പവർ. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രിഫറൻസ് ഉണ്ട്. അതാണ് ശ്രീ നരേന്ദ്രമോദി പറയുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസമാഴ്ച നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ പോയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. വി ഹാവ് അവർ പ്രയോറിറ്റീസ്. നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്വം കർഷകരോടാണ്. അമേരിക്ക എന്താണ് വേണ്ടത്? അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ വിപണി ജനറലി വേണം. അതുമാത്രമല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ, ജനിതക വ്യതിയാനം വരുത്തിയ വിത്തനങ്ങൾ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെങ്കിൽ അത് വഴങ്ങാൻ ഇന്ത്യ തയ്യാറാവില്ല. അപ്പോൾ ഇന്ത്യയുടെ പ്രിഫറൻസസ്, പ്രയോറിറ്റീസ് വെയിൽഡ് ലാംഗ്വേജിൽ ശ്രീ എസ് ജയശങ്കറും പ്രധാനമന്ത്രിയും എല്ലാം തന്നെ വ്യക്തമായി പറഞ്ഞു. ഇവിടെ ഇന്ത്യയെ മെരുക്കിയെടുക്കാനാവില്ല എന്നതുകൊണ്ടാണ് ട്രംപ് നയമാറ്റം കൊണ്ടുവന്നത്. പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട്, ബംഗ്ലാദേശിനെ ഉപയോഗിച്ചുകൊണ്ട്, പാകിസ്ഥാനെ പീഡിപ്പിച്ചുകൊണ്ട്, പ്രലോഭിപ്പിച്ചുകൊണ്ട്, പാകിസ്ഥാൻ്റെ ജനറൽ അസിം മുനീറിനെ സ്വീകരണം ഒരുക്കിക്കൊണ്ട്, ലഞ്ചോൺ ഒരുക്കിക്കൊണ്ട്, അദ്ദേഹത്തിൽ നിന്നും നോബൽ സമ്മാനത്തിനുള്ള ഒരു സാക്ഷ്യപത്രം വാങ്ങിയെടുത്തുകൊണ്ട് എല്ലാം കാണിച്ച ഈ കസരത്ത് അത് പാകിസ്ഥാനോടുള്ള സ്നേഹമൊന്നുമല്ല, മറിച്ച് ഇന്ത്യയെ വരച്ച വരയിൽ നിർത്താനും 25-ാം തീയതി അമേരിക്കൻ ടീം വരികയാണ്, ട്രേഡ് നെഗോസിയേറ്റേഴ്സ് വരികയാണ്. 2 ദിവസങ്ങൾ വളരെ പ്രധാനമാണ്. 25, 26, 27 ദിവസങ്ങൾ പ്രധാനമാണ്. കാരണം ഈ മാസം, ഓഗസ്റ്റ് മാസം 27-ാം തീയതിക്കുള്ളിൽ തീർച്ചമൂർച്ച വരുത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ 50% ടാരിഫ് അടിച്ചങ്ങോട്ട് കൊടുക്കുമെന്നുള്ളതാണ്. അതിനു മുമ്പ് തലയൂരണമെന്ന ആഗ്രഹം അമേരിക്കയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 15 നാളെ നിർണായക ദിനമാണ്. 25-ന് ട്രേഡ് നെഗോസിയേറ്റേഴ്സ് വരുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണിക്കാനുണ്ടാവണം. 27-ന് മുമ്പിൽ ഒരു ഡീൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ. അതിലേക്ക് തന്നെയാണ് ട്രംപിൻ്റെ ശ്രദ്ധ എന്ന് തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ ഓപ്ഷൻസ് വളരെ വലുതാണ്. അതിനേക്കാൾ കൂടുതലാണ് ഇന്ത്യയുടെ ഓപ്ഷൻസ്. കാരണം ഇന്ത്യക്ക് അതിനുശേഷവും ഇന്ത്യ വിൽ ലിവ് ടു ഫൈറ്റ് അനദർ വാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്യും. ഇനി ഒരു ഡീലിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ, നാളെ റഷ്യയുമായിട്ട് ഡീലിലെത്താൻ കഴിയുന്നില്ല, 27-ന് ഇന്ത്യയുമായി ഡീലിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ഒരു പദ്ധതിയാണ് പിന്നീട്. അപ്പോൾ റഷ്യയുമായി, ചൈനയുമായി പോലും, കാരണം മുറുമുറുത്ത് നിൽക്കുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ സഹകരിക്കാവുന്ന മേഖലകളുണ്ട്. അതുമാത്രമല്ല ആഫ്രോ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഗ്ലോബൽ സൗത്തിൻ്റെ മുൻകാലങ്ങളിൽ ഗ്ലോബൽ സൗത്തിൻ്റെ ലീഡർഷിപ്പിലായിരുന്നല്ലോ ഇന്ത്യ. ഒരിക്കൽ കൂടി ആ ഗ്ലോബൽ സൗത്ത് എന്നൊരു കോൺസെപ്റ്റ്, അവിടേക്കുള്ള മാർക്കറ്റുകൾ വികസിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഏതാണ്ട് $85 ബില്യൺ. അതിനെ പൂർണ്ണമായും ആഫ്രിക്കൻ അല്ലെങ്കിൽ സദറൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് മാത്രം അത്രയും കയറ്റുമതി ചെയ്യാനാവില്ലായിരിക്കാം. പക്ഷേ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാനാവും എന്ന രീതിയിലാണ്. മാത്രമല്ല നമുക്ക് നഷ്ടപ്പെടാനുള്ളത് എന്താണ്? പൂർണ്ണമായി വ്യാപാരം തകരുന്നു എന്ന് കരുതുക. നമുക്കാകെ GDP 2% ഒരു ഇടിവ് സംഭവിക്കാം. 0. GDP വളർച്ചയിൽ 0.2% ഇടിവാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. 6.5% നിന്നും
6.3 റിവൈസ് ചെയ്യേണ്ടി വരും വളർച്ചാ നിരക്ക്. അത് മാത്രമേ ഈ വർഷത്തേക്കുള്ളൂ. അടുത്ത വർഷം കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. വീണ്ടും ഒരു 0.2% കൂടെ താഴാം. അതിനുള്ളിൽ തന്നെ മറ്റ് മാർക്കറ്റുകൾ ഇന്ത്യ കണ്ടെത്തും. അത് മാത്രമല്ല, ആ ഒരു രീതിയിൽ ഇന്ത്യയുടെ ഓപ്ഷൻസ് അത് സാധിച്ചില്ല എങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഓരോ രാജ്യത്തെയും ഒന്നൊന്നായി പൊളിച്ചടക്കി അമേരിക്ക മുന്നോട്ട് പോകും. റഷ്യ അതിന് നിന്ന് കൊടുക്കുമെന്ന ചിന്ത എനിക്കില്ല. അതുകൊണ്ട് നാളെ ഒരുപക്ഷെ ഒരു ധാരണയിലാവും. അത് പുടിൻ അങ്ങോട്ട് പോയി എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അമേരിക്കയിലേക്ക് റഷ്യൻ പ്രസിഡന്റ് പോകാൻ സന്നദ്ധത കാട്ടി എന്ന് പറയുന്നത് അനുകൂലമായൊരു സാഹചര്യമാണ്. അവിടെ ട്രംപ് വീണ്ടും പൊണ്ണക്കാരും വിത്തിൻ കോട്ട്സ് വലിയ തെണ്ടിപ്പൊണ്ണക്കാരും എന്ന് പറയുന്ന ആ ഒരു ചിന്ത വീണ്ടും എടുക്കുകയാണെങ്കിൽ സെലൻസ്കിയോട് അമേരിക്കയിൽ വെച്ച് പെരുമാറിയതുപോലെ അലാസ്കയുടെ മണ്ണിൽ പുടിനോട് പെരുമാറുന്നു എങ്കിൽ അക്കളി തീക്കളി കട്ടായം. ഓക്കെ, റൈറ്റ്, യെസ്, തീർച്ചയായിട്ടും ശ്രീ എം എസ് വേണുഗോപാൽ, അതായത് റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചു, ആ പദ്ധതി പാളി, ആ തന്ത്രം പാളി, അതുകൊണ്ടൊരു പുതിയ നയതന്ത്ര സമീപനത്തിലേക്ക് കടക്കുന്നു ട്രംപ് എന്നുള്ള സൂചന തന്നെ അലാസ്ക നൽകുന്നു. ഇതിനകത്ത് ഇനിയും ഇതാണ് ചെയ്യുന്നതെങ്കിൽ അത് ആഗോളതലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്തി എന്നുള്ള ഒരു വാദം കൂടി കൊണ്ടുവരാൻ റഷ്യക്ക് കഴിക്കും. പുടിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര തലത്തിൽ റഷ്യക്കുള്ള പ്രാധാന്യം എത്രത്തോളമാണ് എന്നതുകൂടി വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പുടിൻ്റെ താല്പര്യം, റഷ്യയുടെ താല്പര്യം, അത് ഏത് തരത്തിലാണ്? ട്രംപ് എന്ത് പറയുന്നു, അമേരിക്കയുടെ ആഭ്യന്തര വിഷയങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. റഷ്യയുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത്, നേരത്തെ ശ്രീ ഷാബു പ്രസാദ് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് റഷ്യയുടെ ആഗോളതലത്തിലെ ആ സമീപനം, ആ തന്ത്രം, അതെന്താണിത്? റഷ്യ ഇപ്പോൾ 2 കാര്യങ്ങളിൽ വിജയം നേടിയിരിക്കുകയാണ്. ഒന്ന് എന്ന് പറയുന്നത്, ഒറ്റപ്പെട്ടു നിന്ന റഷ്യയ്ക്ക് ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാക്കാനും ഒരു ചേരി, ലോകത്ത് ഒരു ജിയോ പൊളിറ്റിക്കൽ ചേരി ഉണ്ടാക്കാനും കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന ചൈനയെയും, അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള അല്ലെങ്കിൽ വളരാൻ പോകുന്ന എക്കോണമി, ചിലപ്പോൾ 3ാമത് വരെ എത്തിയേക്കാവുന്ന ഒരു എക്കോണമിയായ ഇന്ത്യയെയും അവർക്ക് കൂട്ടിന് കിട്ടിയിരിക്കുന്നു. ഇന്ത്യയെ കൂട്ടുകിട്ടുമ്പോൾ ആഫ്രിക്കൻ രാഷ്ട്രങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങളും കൂടി വരുമ്പോൾ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളും കൂടെ ഇന്ത്യയുടെ സൗഹൃദത്തിൽ നിൽക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് റഷ്യയ്ക്ക് ലോകത്തൊരു വലിയ നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ കഴിയുകയാണ്. ഒരുപക്ഷെ അമേരിക്ക ഈ നെറ്റ്വർക്കിനെ വളരെയധികം ഭയക്കുന്നു എന്നതാണ് സത്യം. ഇത്തരം ഒരു നെറ്റ്വർക്ക് അധിക നാൾ പോകരുത്, അതിന് മുമ്പായിട്ട് ഡിഫ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മളെ ഒന്ന് കൊച്ചാക്കിയിട്ട് ചൈനയ്ക്ക് ചില കുറച്ച് ദിവസത്തേക്കും കൂടെ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് നിർത്തുന്നു. റഷ്യ ഇപ്പോൾ കൂടെ വിളിക്കുന്നു. എന്നിട്ട് ഒരു പുതിയ ലോകക്രമം അങ്ങനെ വരാതിരിക്കാനായിട്ട് പഴയ പോലെ റഷ്യയും ചൈനയും ഇന്ത്യയൊക്കെ അമേരിക്കയുമായി ചങ്ങാത്തത്തിലാകുന്ന ഒരു അന്തരീക്ഷമുണ്ടാക്കുക എന്നുള്ളത് ട്രംപിൻ്റെ ഉദ്ദേശമല്ല, ഡീപ് സ്റ്റേറ്റിൻ്റെ ഉദ്ദേശമാണ്. അമേരിക്കയിലെ അഡ്മിനിസ്ട്രേഷൻ്റെ, അവിടെ ഒരുപാട് തലയുള്ള ആൾക്കാരുണ്ട്, അവരുടെ ലക്ഷ്യവും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് അവിടെ നടക്കുമെന്നുള്ളതാണ് നമ്മൾ അലാസ്കയിൽ നോക്കേണ്ടത്. പക്ഷേ പുടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യമാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പുടിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുള്ള മർമ്മപ്രധാനമായ കേന്ദ്രങ്ങളൊക്കെ ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വാറ് നിന്നാലും വെടിനിർത്തൽ വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റഷ്യ സമ്മതിച്ചേക്കും. കാരണം ഇനി വെടിനിർത്തിയാലും നമുക്ക് വലിയ കുഴപ്പമില്ല. വെടിനിർത്തൽ ഒരു വിധത്തിൽ റഷ്യക്ക് ഇപ്പോൾ ആവശ്യമാണ്. കാരണം ഇനി ആവശ്യമില്ലാതെ യുദ്ധം ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ സ്ഥലം വിട്ടുകൊടുക്കുന്ന കാര്യം വരുമ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. എനിക്ക് കെട്ടിടത്തോളം എനിക്ക് ഈ ട്രംപിൻ്റെ രീതിയും വെച്ച് നോക്കുമ്പോൾ തോന്നുന്നത്, ഈ ചർച്ചയിൽ എവിടെയെങ്കിലും പുടിനും ട്രംപും തമ്മിലൊരു ധാരണയെത്തി സെലൻസ്കിയെയും ഉക്രൈനെയും ചതിക്കുമോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പ്രത്യേകം നിലവിളിച്ചുകൊണ്ട് പറയുന്നത്, ഉക്രൈനെ കൊച്ചാക്കിക്കൊണ്ട്, സെലൻസ്കിയെ കൊച്ചാക്കിക്കൊണ്ട് ഒരു കാര്യവും നടത്തരുത്, ഇതിൻ്റെ അടുത്ത സ്റ്റേജിലെങ്കിലും ഇവരെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള ചർച്ച നടത്തണം, അതിലേ ഇതുകൊണ്ട് അവസാനിപ്പിക്കാവൂ എന്നുള്ളത്. കാരണം ട്രംപിൻ്റെ രീതി എങ്ങനെയാണ്? ട്രംപിന് എപ്പോഴും ഈ അണ്ടർ ടേബിൾ ഡീലിങ്സിൽ ഭയങ്കര മിടുക്കനാണ്. പുറത്ത് ഇങ്ങനെ ഞാനിപ്പം റഷ്യയെ പിടിച്ച് വിഴുങ്ങിക്കളയും, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് ഞാൻ കാര്യം അറിയും, 3ാമത്തെ മിനിറ്റിൽ ഞാൻ അങ്ങനെ ചെയ്ത് കളയും, പിന്നെ 2ാമതൊരു ചർച്ച ഞാൻ ആലോചിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു ഭീഷണി സ്റ്റൈലിൽ കൊണ്ടുവരുന്നത് ട്രംപിൻ്റെ ഒരു ശൈലി മാത്രമാണ്. ട്രംപ് ചർച്ചയ്ക്ക് വരുമ്പോൾ ഇത് മാറ്റുകയും ചെയ്യും. കാരണം പിന്നെ നിതാന്ത ശത്രുത ചില കാര്യങ്ങളുള്ള ആളാണ്. സെലൻസ്കിയുടെ ആ ഒരു പ്രസ് കോൺഫറൻസ് മുതൽ നമുക്കറിയാം, US വന്ന സമയം മുതൽ
ട്രംപുമായിട്ട് ഉടക്കിലാണ്. ട്രംപിന് അത് പിന്നെ ഇതുവരെ മാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സെലൻസ്കിയുമായിട്ടും ട്രംപ് മാനസികമായി വലിയ ഐക്യത്തിലില്ല. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ റഷ്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊടുത്താൽ ഒരുപക്ഷെ വെടിനിർത്തൽ എന്ന കാര്യത്തിലേക്ക് പോയെന്നിരിക്കും. പക്ഷേ അത് ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇന്ത്യയെ ഈ കടന്ന് പ്രഷറൈസ് ചെയ്യിക്കുന്നത്? റഷ്യ പിന്നെ US ചർച്ച നടക്കുമ്പോൾ ഇന്ത്യക്ക് എന്താണ്, ഇന്ത്യ എന്തിനാണ് ഈ ട്രംപ് ഇത്രയും വാൺ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇന്ത്യയെ വാൺ ചെയ്യുന്നതിൻ്റെ ഒറ്റ കാര്യമേ ഉള്ളൂ, പുടിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തെന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രശ്നങ്ങളും കൂടെ ഞങ്ങൾ വഷളാക്കുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നരേന്ദ്രമോദി കൂടി പുടിനോട് പറയും, അലാസ്കയിൽ നടക്കുന്ന ചർച്ചയിൽ എന്തെങ്കിലും ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നെങ്കിൽ അത് നല്ലതാണ്, അത് നമുക്ക് എല്ലാവർക്കും നല്ലതാണ് എന്ന് പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ എന്നുള്ളതാണ് ഉദ്ദേശം. അതാണ് ഈ ഒരു ഇന്ത്യ വിരട്ടൽ തന്ത്രവും കൂടെ അപ്പോൾ അവിടെ എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ ഈ 0.02 GDP എന്ന് പറയുന്നതൊന്നും ഇന്ത്യക്ക് കടക്കാൻ കഴിയാത്ത പ്രശ്നമല്ല എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പല തീരുമാനങ്ങളിലൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് മാറ്റിമറിക്കാനായിട്ട് 3T എന്ന 3T എന്ന സംവിധാനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് ഈ ട്രേഡിൽ എന്തെങ്കിലും ഡെഫിസിറ്റ് വന്നാൽ അത് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം ഒന്ന് ടൂറിസമാണ്. ട്രേഡ് ഓഫ് കോഴ്സ് ഉണ്ട്, പിന്നെ രണ്ടാമത്തെ ടൂറിസമാണ്, 3 ടെക്നോളജി. ഇപ്പോൾ നമ്മുടെ സ്പേസിലെ ടെക്നോളജി ആവാം, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആയുധങ്ങളുടെ ടെക്നോളജി ആവാം, ഇതൊക്കെ വ്യാപാരം. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ടൂറിസമാണ്. നമ്മൾ ഇന്ന് വരെ ചെയ്യാത്ത രീതിയിൽ ടൂറിസത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ലോകത്തെ ടൂറിസ്റ്റുകളെ മുഴുവൻ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന, പെട്ടെന്ന് നമുക്ക് ക്യാഷ് കിട്ടുന്ന ഒരു മെത്തേഡാണ്. ഈ വർഷം തന്നെ നമുക്ക് ക്യാഷ് കിട്ടണമെന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത് ടൂറിസമാണ്. ഇപ്പോൾ ഇന്ന് വിദേശകാര്യമന്ത്രി അത് സ്പെസിഫിക് ആയിട്ട് പറയുകയും ചെയ്തു, ഇന്നലെയാണ് പിന്നെ ട്രേഡ് പോലെ തന്നെ നമ്മൾ ടൂറിസത്തെയും അതിശക്തമായിട്ട്, 2T ആയിരുന്നു നമ്മൾ നോക്കിയെങ്കിൽ ഇതിപ്പോൾ 3T ആണ്. ടൂറിസവും കൂടെ വളരെ വളരെ ശക്തമായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ ഒരു ഷോക്കും വരില്ല, ഒരു തകർച്ചയും വരില്ല, നമ്മൾ ഏതാണ്ട് സ്റ്റഡി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള അസസ്മെൻ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കുള്ളത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ അലാസ്ക ചർച്ച ഒരുപക്ഷെ ലോകത്തിന് മുഴുവൻ ആശ്വാസമാകുന്നതായിരിക്കും, അതിനേക്കാൾ ഉപരി അമേരിക്കയ്ക്കും ആശ്വാസമാകുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇത് ഒരു സമാധാന ചർച്ച എന്നതിലുപരി ഒരു അന്താരാഷ്ട്ര ട്രേഡ് നെഗോസിയേഷൻ്റെ ഒരു പോയിൻ്റായിട്ട്, ഒരു വളർച്ചയുടെ പോയിൻ്റായിട്ട് ഇത് മാറും. ഇത് പരാജയപ്പെട്ടാൽ നേരെ തല തിരിച്ചും വരാം. ലോക വിപണി നഷ്ടത്തിലാവാം, ലോക വിപണി കുപ്പുകൂത്താം, അതുപോലെ തന്നെ ലോക സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റുകളിൽ വലിയ ഇടിവുണ്ടാവാം. ഇതെല്ലാം സംഭവിക്കാം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടെന്ന് പറഞ്ഞ പോലെ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു സമ്മിറ്റാണ് നാളെ നടക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് പ്രതീക്ഷ എല്ലാ രാഷ്ട്രങ്ങൾക്കുമുണ്ട്. കാരണം ഒരു വലിയ പ്രതിസന്ധിയിലാണ് ട്രംപ് കൊണ്ടുവന്ന് ലോകരാഷ്ട്രങ്ങളെ ഇന്ന് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഈ കെണി ഊരും എന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. തീർച്ചയായിട്ടും. ഏതായാലും പാശ്ചാത്യ യൂറോപ്പ് കൂടി ഭയക്കുന്നുണ്ട് ഈ ഉച്ചകോടി നടക്കുമ്പോൾ. എത്രത്തോളം യൂറോപ്പിൻ്റെ പ്രാധാന്യം ഇതിൽ കുറയുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഒരു ഇക്വേഷൻ മാറുകയാണെങ്കിൽ അതൊരു ഇന്ത്യ ചൈന പോലും റിസ്ക് ലഘൂകരിക്കുന്ന രീതിയിലേക്കൊക്കെ വരുമോ എന്നുള്ളതുകൊണ്ട് ഒരു ടൈം ബാൻഡ് ബ്രേക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ശ്രീ ഷാബു പ്രസാദിലേക്ക് വരാം. ഉച്ചത്തെ ഇടവേള. പറയാൻ പറ്റില്ല. ചർച്ച തുടരുമ്പോൾ ശ്രീ ഷാബു പ്രസാദ്, നമ്മൾ പറഞ്ഞു നിർത്തിയത് യൂറോപ്പിൻ്റെ ഒരു ഗരിമ മങ്ങുന്നു എന്നുള്ള ആ ഒരു വാദത്തിനകത്താണ്. അത് യൂറോപ്പിനെ മാറ്റി നിർത്തുക. ജർമ്മനിയില്ല, ഫ്രാൻസില്ല, ഇറ്റലിയില്ല. ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ റഷ്യയും അമേരിക്കയും എടുക്കും, അത് അറിയിക്കും എന്ന് പറയുന്നിടത്ത് ഒരു പാശ്ചാത്യ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇതൊരു ആഗോള തലത്തിൽ മാറ്റുന്ന ഒരു ഇക്വേഷനുണ്ട്. അത് നേരത്തെ ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ അത് ഇന്ത്യ ചൈന ബന്ധത്തിൽ പോലും ഒരു പുതിയ തലമൊക്കെ കൊണ്ടുവന്നാൽ അത് ആഗോള ശക്തികളെ ആരൊക്കെ നിർണ്ണയിക്കും, ആരാകും പുതിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ എന്നുള്ള ചോദ്യത്തിനൊക്കെ ഉത്തരമോ അങ്ങനെ കാണുന്നുണ്ടോ? അങ്ങനൊരു വിലയിരുത്തൽ കൂടി ഇതിനകത്തുണ്ടോ? അങ്ങനെയുള്ളൊരു വിലയിരുത്തൽ എത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഈ യൂറോപ്പിന്റെ കാര്യം പറഞ്ഞു, നമ്മള് ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള വേൾഡ് ഓർഡർ ഒന്ന് നോക്കിയാൽ മതി. ശീതയുദ്ധകാലത്തെ ഈ യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് ഈ ജിയോ പൊളിറ്റിക്സിൽ എന്ത് റോളാണ് അവർക്കുള്ളത്? എന്തെങ്കിലും റോളുണ്ടോ? പഴയ വലിയ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയെന്നും പറഞ്ഞിങ്ങനെ തെണ്ടിപ്പണക്കാരും പറഞ്ഞ് നടക്കാവുന്നുള്ളതല്ലാതെ UK എന്ത് റോളാണ് ഇന്ന് ലോക രാഷ്ട്രീയത്തിലുള്ളത്? ഈ നാറ്റോയുടെ ഭാഗമായി
അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് തന്നെയുള്ളൂ യൂറോപ്പിന്. അത്രേ യൂറോപ്പിന് പ്രാധാന്യമുള്ള ഒന്നത് ജനസംഖ്യ വളരെ കുറവാണ്. നമ്മൾ യൂറോപ്പിന്റെ ചില വശങ്ങൾ മനസ്സിലാക്കണം. അത് എല്ലാം വികസിത രാജ്യങ്ങളും ഒക്കെ തന്നെയാണ്. ജനസംഖ്യ ഫ്രാൻസിന്റെ ജനസംഖ്യ 6 കോടിയാണ്. അതായത് നമ്മുടെ കേരളത്തിന്റെ ഒരു 1.5 ഇരട്ടി. UK ജനസംഖ്യ അത്രയേ ഉള്ളൂ. പിന്നെ ഈ ബാക്കിയുള്ള രാജ്യങ്ങൾ ഇതൊക്കെയാണല്ലോ അവിടുത്തെ വലിയ രാജ്യങ്ങൾ എന്ന് പറയാനുള്ളത്. ബാക്കി എല്ലാ ചെറിയ രാജ്യങ്ങൾ ഇതെല്ലാം കൂടി ചേർന്നാലും പിന്നെ അതൊന്ന്. പിന്നെ ഈ യൂറോപ്പിന് ഈ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുന്നത് പൊതുവെ ഈ പശ്ചിമ യൂറോപ്പിൽ ഏതാണ്ട് ഇല്ല. ആ നാച്ചുറൽ റിസോഴ്സസിന് അവർ ആശ്രയിക്കുന്നത് ആഫ്രിക്കയെയും ഇന്ത്യയെയും റഷ്യയെയും ഒക്കെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ജനസംഖ്യ വളരെ കുറവായതുകൊണ്ടും ബിസിനസ് ആയതുകൊണ്ടും സ്വാഭാവികമായിട്ട് അവിടെ സമ്പത്തുണ്ടാവും. GDP കൂടുതലാണ്. അതാണ് അതിൻ്റെ അകത്തെ കണക്കെന്ന് പറയുന്നത്. അല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് ലോക രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു റോളും ഇവർക്കില്ല. സെക്കൻഡ് വേൾഡ് വാറിലെ ആ ഒരു പങ്കാളിത്തം കൊണ്ട് UK ബ്രിട്ടനും ഫ്രാൻസും ഈ പഞ്ചമഹാശക്തികളുടെ ഭാഗമായി ഇതായി. അത്ര തന്നെ ഉള്ളൂ. അല്ലാതെ ഇവർക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർ കാഴ്ചക്കാർ മാത്രമാണ്. ഇന്ത്യക്കുള്ളതുപോലെ പോലുമുള്ള റോള് ഈ യൂറോപ്പിനില്ല. അതുകൊണ്ട് അവരിങ്ങനെ നോക്കിയിരുന്ന് വെള്ളമിറക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളെയും കൂടെ ഒന്ന് പരിഗണിച്ചേക്കണേ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കരയുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒന്നും അവർക്ക് പറയാനില്ല. ഇനി ശീതയുദ്ധകാലത്ത് പോലും ശീതയുദ്ധം ഇങ്ങനെ മൂർധന്യത്തിൽ നിൽക്കുന്ന കാലത്തും അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലാണ് സംഭാഷണങ്ങൾ നടന്നിട്ടുള്ളത്. ഗോർബച്ചേവും അന്നത്തെ റൊണാൾഡ് റീഗനും ജോർജ് W. ബുഷും ഒക്കെ ആയിട്ടാണ് നടന്നിട്ടുള്ളത്. അന്നും ഈ UK ബ്രിട്ടൻ പ്രധാനമന്ത്രിയുടെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖ് യുദ്ധകാലത്തൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ശരിക്കും ഈ അമേരിക്കയുടെ ഫോറിൻ സെക്രട്ടറിയുടെ ഒരു റോള് അവർക്ക് വേണ്ടിയിട്ട് നാടുകളെ പോയി പണിയെടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് അത് വിട്ടേക്കുക. അതിൻ്റെ അകത്ത് വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചില്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എൻ്റെ ഒരു പ്രതീക്ഷയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഇവിടെ വെച്ച് ഇപ്പൊ യുദ്ധം അവസാനിച്ചാൽ റഷ്യ പിടിച്ചടക്കിയ ഭാഗങ്ങളുമായി ഇതങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റഷ്യക്കും ഗുണമാണ്. ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്നുള്ളൊരു പേര് ട്രംപിനും ആശ്വാസമാണ്. ഇതിൻ്റെ അകത്ത് എല്ലാം കഴിയുമ്പോൾ ആത്യന്തികമായ നഷ്ടം വരുന്നത് ഉക്രൈനും സെലൻസ്കിയും മാത്രമായി. ഈ അമേരിക്കയും യൂറോപ്പിനെയും വിശ്വസിച്ചുകൊണ്ട് ഈ പണിക്ക് അങ്ങോട്ട് ഇതിനിറങ്ങി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നാളെ നമ്മളെ നാറ്റോയുടെ ഭാഗമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ച് അവസാനം അവർക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്തെ നഷ്ടം ഉണ്ടാകുന്നത്. ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. കയ്യും കെട്ടിയിരുന്ന് കിട്ടിയതും മേടിച്ച് വീട്ടിൽ പോവുക എന്നുള്ളത് മാത്രമാണ് ഈ ഇതങ്ങോട്ട് കഴിയുമ്പോൾ സെലൻസ്കി നടക്കാനുള്ളത്. അമേരിക്ക തിരിഞ്ഞു പോലും നോക്കില്ല, മൈൻഡ് ചെയ്യുക പോലും ചെയ്യില്ല. പ്രത്യേകിച്ച് ഇയാളാണെങ്കിൽ ഈഗോയുടെയും കൂടെ തമ്പുരാനാണ് ഈ ട്രംപ്. അവിടെ വൈറ്റ് ഹൗസിൽ ചെന്നിരുന്ന് അവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബഹളം ഒന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും സെലൻസ്കി അതിനെക്കാട്ടും മണ്ടനാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി വൈറ്റ് ഹൗസിൽ ചെന്നിരുന്ന് അത്രയും പറയാൻ മണ്ടത്തരം കൊണ്ടാണെങ്കിൽ പോലും അത് ചെയ്തു. അത് സത്യത്തിൽ ട്രംപിന്റെ ഈഗോയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന മുറിവെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഉക്രൈനെ സംരക്ഷിക്കേണ്ട, ഉക്രൈന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും അമേരിക്കയ്ക്ക്. ട്രംപിന്റെ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഈ ലെജൻഡറി ആയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുണ്ട്. ലെജൻഡറി ഇത്ര അമേരിക്കയുടെ 100-300 വർഷത്തിനുള്ളിൽ എത്രയോ പ്രസിഡന്റുമാർ വന്നു. പക്ഷെ നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന, ഒറ്റ നോട്ടത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ മാത്രമേ ഉള്ളൂ അമേരിക്കയുടെ പ്രസിഡന്റ് ലെജൻഡറി എന്ന് പറയാനുള്ളൂ. ഇപ്പൊ ഹാരി എസ് ട്രൂമാൻ, ജോർജ് വാഷിംഗ്ടൺ, എബ്രഹാം ലിങ്കൺ, ജോൺ എഫ് കെന്നഡി, ജിമ്മി കാർട്ടർ, ഇങ്ങനെ ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ ഈ അടുത്ത കാലത്തുള്ളതല്ല പഴയ ഏത് പ്രസിഡന്റിനെയും നമുക്ക് ഓർമ്മയുണ്ട്? നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ആ ഒരു പട്ടികയിലേക്ക് തനിക്കും കൂടി ഒന്ന് കയറണം. ഒരു ലെജൻഡറി അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക ഉള്ള കാലത്തോളം, ലോകമുള്ള കാലത്തോളം ഓർമ്മിക്കപ്പെടുന്ന ഒരു നോബൽ പ്രൈസിനൊക്കെ അപ്പുറമുള്ള മോഹമാണ്. അങ്ങനെയുള്ള ഒരു പ്രസിഡന്റായി തനിക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഈ അഭ്യാസങ്ങൾ കാണിക്കുന്നത് മുഴുവനും.
ഇത് മുഴുവനും അതാണ്. ഇനി ഒരു അവസരവുമില്ല. ഇനി 3 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത് പെൻഷൻ മേടിച്ച് വീട്ടിൽ പോയിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഈ 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ അമേരിക്ക ലോക രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായ ഒരു ശക്തി ആയതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനത്ത് ഇതുപോലൊരു മനുഷ്യൻ ഇരിക്കുന്നത് ലോകത്തിനൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് വേറെ ഒരു മാർഗവുമില്ല, അത് സഹിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ അവസാനം വന്ന് ഈ ഡീപ് സ്റ്റേറ്റിനും കൂടെ സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥയിലേക്ക് ഇയാളുടെ പ്രവർത്തികൾ നീങ്ങിയാൽ പറയാൻ പറ്റില്ല ഈ മനുഷ്യൻ ഈ ടേം കംപ്ലീറ്റ് ചെയ്യുമോ എന്ന് പോലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു പരാമർശം പറഞ്ഞോട് ശ്രീ ഡോക്ടർ മോഹൻ മറീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് ഡീപ് സ്റ്റേറ്റിനെ എതിർത്ത് നിൽക്കുക, ട്രംപിന് തോന്നിയത് പറയുക, ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ തലവൻ, സമ്പദ് വ്യവസ്ഥയുടെ തലവൻ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുക, കാനഡ 51ാമത്തെ സ്റ്റേറ്റ്, അങ്ങനെ എന്തൊക്കെ പറയുന്നു. ഇതൊക്കെ ട്രംപ് ഒരു വഴിക്ക്, അതല്ല ഡീപ് സ്റ്റേറ്റിൻ്റെ നിലപാടെന്ന് പറയുക. ഇപ്പോൾ ട്രംപ് ഈ വരുതിക്ക് വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോകുമ്പോൾ അമേരിക്കയുടെ ഫോറിൻ പോളിസി, വിദേശ നയത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നുകൂടിയാണോ അലാസ്ക? ഇത് 2 തരത്തിലുള്ള ഒരു വിഷയമുണ്ട്. ഇത് ട്രംപിന് നിലനിൽക്കാൻ വേണ്ടിയുള്ളൊരു കാര്യം, ട്രംപിൻ്റെ മുഖം രക്ഷിക്കാനുള്ളൊരു കാര്യം, അതോ ഇതോടുകൂടി ട്രംപ് തന്നെ തീരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ? അമേരിക്ക എന്താണ് ചിന്തിക്കുന്നുണ്ടാവുക? അപർണ, ട്രംപിൻ്റെ മുഖം രക്ഷിക്കാനാണോ അമേരിക്കയുടെ ആത്യന്തിക താൽപര്യ സംരക്ഷണമാണോ യഥാർത്ഥ ഉദ്ദേശം എന്ന ഡിബേറ്റിലേക്കാണ് നമ്മുടെ ഈ ഡിബേറ്റ് എത്തി നിൽക്കുന്നത്. നോക്കൂ, ഡൊണാൾഡ് ട്രംപ് ചരിത്രപരമായി ഒരു ചാവേറാണ്. ഈ നിലപാട് തിറയിൽ നിൽക്കുന്ന സാമൂതിരിപ്പാടാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ്. ആ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ അതിനെതിരെ പടപൊരുതി വെട്ടി കയറി നിലപാട് തറയിൽ കയറി സാമൂതിരിയെ വെട്ടിയതിനു ശേഷം ഞാനിതാ നിലപാട് നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ ഡീപ് സ്റ്റേറ്റ് ആത്യന്തികമായി ആഗ്രഹിച്ചതും ഒരുപക്ഷെ ഇതുപോലെയൊരു ലീഡർഷിപ്പല്ല, ഇതുപോലെ ഒരു അവസ്ഥയാണ്. അവർക്ക് ഇത്രയും കാലം ചെയ്യാൻ കഴിയാത്തത്, അമേരിക്കയുടെ സ്ലൈഡിനെ അറസ്റ്റ് ചെയ്ത് നിർത്താൻ കഴിയാത്തത് ട്രംപിനെ കൊണ്ട് ചെയ്തെടുപ്പിക്കുക. അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ട്രംപ് എന്ന വ്യക്തിയുടെ മാത്രം പരാജയമായി അതിനെ എഴുതിത്തള്ളുക, അമേരിക്കയുടെ മുഖം രക്ഷിക്കുക. ആ ഒരു നയമാണ് ഒരു പക്ഷേ ഡീപ് സ്റ്റേറ്റ് പയറ്റുന്ന ഒരു നയം. ജയിക്കുകയാണെങ്കിൽ അത് ജയിച്ചു വന്നാൽ, പക്ഷേ അത് ജയിച്ചു വരണമെങ്കിൽ ലോട്ട്സ് ഓഫ് ഈവ്സ് ആൻഡ് ബട്ട്സ് അതെല്ലാം സാറ്റിസ്ഫൈഡ് ചെയ്യണം. അത് സാധിക്കുമോ എന്ന് അറിയില്ല. ലോകം മാറിയിരിക്കുന്നു, വല്ലാതെ മാറിയിരിക്കുന്നു. ഇപ്പോൾ അതൊരു ഒരു യൂണിപോളർ വേൾഡ് അല്ല, ഒരു മൾട്ടിപോളാർ പോലുമല്ല, ആറ്റമൈസ്ഡ് വേൾഡ് ഓർഡറിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ ചെറിയ ശക്തികൾക്ക് പോലും സ്പേസ് ഉള്ള ഒരു ഇടമാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം, അതായത് ഈ പൂർണ്ണമായി ഈ ഘടന തകരാൻ പോവുകയാണ്. ഈ വേൾഡ് ഓർഡർ ഈ 2025 വർഷം ചരിത്രത്തിൽ യുദ്ധങ്ങളുടെ വർഷമായിട്ടാണ് അടയാളപ്പെടുത്തുന്നത്. 3 സമാന്തര യുദ്ധങ്ങൾ ഉണ്ടായി അവിടെ. ഇസ്രായേൽ-ഇറാൻ യുദ്ധം, ഇസ്രായേൽ-ഹമാസ് യുദ്ധം, ഉക്രൈൻ-റഷ്യ യുദ്ധം തുടരുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ-ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ. അപ്പം മഹായുദ്ധങ്ങളുടെ ഒരു വർഷമാണ്. ഇതൊരു കലങ്ങി മറിയുന്ന ഒരവസ്ഥയാണ്. അതിൽ നിന്നും ഉരുത്തിരിയേണ്ട പുതിയ ലോകക്രമത്തിൽ അമേരിക്കയുടെ സ്ഥാനം എവിടെ, അത് തീരുമാനിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് നാളെ ഓഗസ്റ്റ് 15-ാം തീയതി. അതുകൊണ്ട് ഓൺ ദ ഈവ് ഓഫ് ഓഗസ്റ്റ് 15th നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഈ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു അധികം സെലിബ്രേറ്റഡ് ആകുന്നില്ല എങ്കിൽ പോലും ഈ നൂറ്റാണ്ടിൻ്റെ ചർച്ച, വേണമെങ്കിൽ സഹസ്രാബ്ദത്തിൻ്റെ ചർച്ച എന്നൊക്കെ, മിലീനിയം ചർച്ച എന്നൊക്കെ പറയാവുന്ന ഗ്രേഡിലേക്ക് പോകാവുന്ന ഒന്നാണ് അമേരിക്ക റഷ്യ ചർച്ച. നാളെ നടക്കേണ്ട, അലാസ്കയിൽ വെച്ച് നടക്കേണ്ട ചർച്ച. അവിടെ ഒറ്റ പരിഹാരമേ ഉള്ളൂ. ആ പരിഹാരമെന്ന് പറയുന്നത് ടെറിറ്ററി വിട്ടുകൊടുത്തുകൊണ്ട് ഇപ്പോൾ റഷ്യ കൈവശം വെച്ചിരിക്കുന്ന മേഖലകൾ അത് റഷ്യയുടേതായി കരുതിക്കൊണ്ട് റഷ്യ വെടിനിർത്തൽ തയ്യാറാവുന്നു. അല്ല എങ്കിൽ അതിൽ നിന്നും ചെറിയ പിൻവാങ്ങലുകൾ റഷ്യ ചിലപ്പോൾ നടത്തിയേക്കാം. പക്ഷേ ഉറപ്പായും ഒരു കരാറിൽ ഏർപ്പെടണമെങ്കിൽ ഉറപ്പായും റഷ്യക്ക് ചില ടെറിറ്റോറിയൽ ഗെയിൻസ് കാണിക്കാനുണ്ടാകണം. അല്ല എങ്കിൽ റഷ്യക്കാർ ഒരു ചോദ്യം ചോദിച്ചേക്കാം. ഇപ്പോൾ പുടിൻ ഏകാധിപതി ആയതുകൊണ്ട് അത് ചോദിക്കില്ലായിരിക്കാം, പക്ഷേ എന്നെങ്കിലും ചോദിക്കും, എന്തിനായിരുന്നു ഈ പ്രഹസനമെല്ലാം? ഒരു തുണ്ട് ഭൂമി പോലും കൈവശപ്പെടുത്താനായില്ല എങ്കിൽ എന്തിനായിരുന്നു ക്രൈമിയ യുദ്ധം?
എന്തിനായിരുന്നു ഡൊണസ്ക് ലുഹാൻസ് പ്രവിശ്യകൾ പിടിച്ചെടുത്ത? എന്തിനായിരുന്നു സപ്രോസിയയിലേക്ക് സൈന്യങ്ങളെ അയച്ചത്? എന്തിനായിരുന്നു ഇത്രയധികം കാഷ്വാലിറ്റീസ് റഷ്യക്കാർക്കുണ്ടായത്? എന്തിനായിരുന്നു? ഒരു കാര്യം കൂടെ ഓർക്കുക, ഒരിക്കൽ പോലും ചരിത്രത്തിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ടില്ലാത്ത രാജ്യമാണ് റഷ്യ. അതാണ് ട്രാക്ക് റെക്കോർഡ്. ആകെപ്പാടെ 1905 റൂസോ ജാപ്പനീസ് യുദ്ധം സാങ്കേതികമായി റഷ്യ തോറ്റു എന്ന് പറയാം. പക്ഷേ അത് നടന്നത് യൂറോപ്പിലല്ലാന്ന് ഓർക്കണം, കിഴക്കൻ മേഖലയിലാണ്, ജപ്പാൻ അതിർത്തിയിലാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ആ ട്രാക്ക് റെക്കോർഡ് നിലനിർത്താൻ പുടിൻ ആഗ്രഹിക്കും. അതുകൊണ്ട് വിജയിയായി മടങ്ങാൻ മാത്രമേ പുടിൻ ആഗ്രഹിക്കൂ. അതുകൊണ്ട് ട്രംപിനും പുടിനും ഒരുപോലെ വിജയിയാവണമെങ്കിൽ അത് യൂറോപ്പിൻ്റെ ചെലവിലായിരിക്കും, പ്രത്യേകിച്ച് സെലൻസ്കിയുടെയും ഉക്രൈൻ്റെയും ചെലവിലായിരിക്കും ഈ മഹാവിജയം, വൻ ശക്തികളുടെ മഹാവിജയം. ആ വിജയത്തിൽ ഇന്ത്യക്കും ഒരുപക്ഷെ സൈലൻ്റായി നിന്നുകൊണ്ട് ആസ്വദിക്കാനും ആഹ്ലാദിക്കാനും ഭാവി സാധ്യതകളെ മെനഞ്ഞെടുക്കാനും സാധിക്കും. ഇവിടെയാണ് ഈ നാളത്തെ ചർച്ച വളരെ തീർച്ചയായും. ശ്രീ MS വേണുഗോപാൽ, ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ 25 വർഷത്തിനിടയിൽ ഒരു വലിയ ഒരു പ്രതിസന്ധിക്കൊക്കെ കാരണമാക്കിയ ട്രംപിൻ്റെ ഒരു നിലപാടുണ്ട്, അതിലൊരു ക്ഷീണമുണ്ട്. അതൊക്കെ ഇതടക്കമുള്ള വിഷയം നയതന്ത്ര വിജയം തൻ്റെതാണ് എന്ന് കാണിച്ചുകൊണ്ട് ട്രംപിന് തിരിച്ചു വരാൻ കഴിയണമെന്നുണ്ട്. ഇതിപ്പോൾ വന്നാലും ഇല്ലെങ്കിലും ഇന്ത്യ ഉറ്റുനോക്കുന്നപ്പോഴേക്ക് ട്രംപ് എന്നുള്ള ആ ഒരു ഫിഗർ അത് അവസാനിച്ചേക്കാം എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടല്ലോ. നമുക്കതിൽ അവസാനിപ്പിക്കാം. ട്രംപിന് പല ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ഒന്ന് മാത്രമാണ് ഇപ്പോൾ അലാസ്കയിൽ നടക്കാൻ പോകുന്നത്. അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നോബൽ പ്രൈസ് തന്നെയാണ്. ഞാൻ വെല്ലുവിളിച്ച്, ഞാൻ വിരട്ടി റഷ്യയെ വരുതിക്ക് കൊണ്ടുവന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പുറമെ ഈ കാര്യങ്ങൾ കാണിക്കുന്നത്. പക്ഷേ അകത്ത് നടക്കുന്ന ചർച്ച, ഇവിടെ 2 പാനലിസ്റ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ, തീർച്ചയായിട്ടും ഉക്രൈനെ ചതിക്കലായിരിക്കും, സെലൻസ്കിയെ പറ്റിക്കലായിരിക്കും, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ രാഷ്ട്രങ്ങളെ ചെറുതായി ഒന്ന് വഞ്ചിക്കലുമായിരിക്കും അത് വിജയിച്ചാൽ. കാരണം പുടിനെ സംബന്ധിച്ചിടത്തോളം പുടിൻ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഈ ട്രംപിൻ്റെ വീരവാദങ്ങൾക്ക് ശേഷം പുടിൻ ഇന്ന് നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയുടെ നിർണായക പ്രദേശങ്ങളൊന്നും നഷ്ടപ്പെടുന്ന വിധത്തിൽ അദ്ദേഹം ഒരു ചർച്ചയ്ക്കും ഒരു സന്ധിക്കും തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് റഷ്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നിലപാടെടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ സെലൻസ്കി എന്ന് പറയുന്ന ആളും അത്ര മണ്ടനൊന്നുമല്ല. സെലൻസ്കി എനിക്കും പരാജയം ഒന്നും വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ യുദ്ധം നടത്തിയില്ലായിരുന്നെങ്കിൽ റഷ്യ ഉക്രൈനെ വിഴുങ്ങിയേനെ. ഇപ്പോൾ ഉക്രൈൻ ഭാഗികം അല്ലെങ്കിൽ കുറച്ച് ഭാഗം വിട്ടുകൊടുത്തിട്ട് കൊണ്ടാണെങ്കിൽ പോലും ഉക്രൈൻ നിലനിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ നാറ്റോ രാജ്യങ്ങളുമായി വരികയും ഈ യുദ്ധം നടത്തുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ പല തലകളാണ്. ഈ ഒരു പതിറ്റാണ്ടിലെ ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ച കൂടിയാണ്. പക്ഷേ അത് കൃത്യമായ തീരുമാനങ്ങൾ എടുത്ത ശേഷമുള്ള കൂടിക്കാഴ്ച തന്നെയാണോ? ട്രംപ് എന്ന് പറയുന്നുള്ള ഒരു രാഷ്ട്രീയ വാക്കിന് പോലും ഏത് തരത്തിലാണ് ഇനി അങ്ങോട്ട് കാണപ്പെടുക? ഈ ചർച്ച വിജയിച്ചില്ലെങ്കിൽ എന്നുള്ളതുണ്ട്. പക്ഷെ വിജയിക്കാനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? ഇന്ത്യ എങ്ങനെ ഉറ്റുനോക്കും? അങ്ങനെ ലോകരാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയിലേക്ക് അലാസ്ക കടക്കുന്നു. നാളെ വളരെയധികം നന്ദി അഡ്വക്കേറ്റ് MS വേണുഗോപാൽ, ഡോക്ടർ മോഹൻ വർഗീസ്, ഒപ്പം ശ്രീ ഷാബു പ്രസാദ് സ്പെഷ്യൽ ഡിബേറ്റിനൊപ്പം ചേർന്ന്. നമസ്കാരം.